അങ്ങനെ മൂന്നാമത്തെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പൂട്ട് വീണിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നും ഊരി വരാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? മേഘ, ഇതില് ഇപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിക്കുമ്പോൾ മേഘയോട് ഞാനിങ്ങനെ പറഞ്ഞിരുന്നു, രണ്ട് കേസുകളുണ്ട്. രണ്ട് കേസുകളിലും പക്ഷെ ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒന്ന് അറസ്റ്റ് ചെയ്ത് ഒരു ദിവസം പോലും ജയിലിലിടാൻ അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ലെങ്കിൽ ഈ കേസുകൾ എവിടെ പോകുമെന്ന്. രണ്ട് കേസുകളിലും മുൻകൂർ ജാമ്യം കിട്ടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വാഭാവികമായിട്ടും അത് അദ്ദേഹത്തിന് സംശയത്തിന്റെ ആനുകൂല്യം ആ നിലയ്ക്ക് തന്നെ കേരളത്തിന്റെ പൊതുസമൂഹം അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾ നൽകേണ്ടി വരും എന്ന്. അപ്പൊ അതിന്റെ സ്വാഭാവികമായിട്ട് അങ്ങനെ ഇങ്ങനെ ഒരു കേസ് വരുന്നു, അതിൽ അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന ആക്ഷേപങ്ങൾ ഒരു ഭാഗത്തുണ്ട്. അതേസമയം സർക്കാരിനെ സംബന്ധിച്ച് ഇതൊരു പ്രസ്റ്റീജ് കേസായി മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു, പിന്നീട് നമുക്കറിയാമല്ലോ മുഖ്യമന്ത്രി മറ്റൊരു ആദ്യ പരാതിക്കാരി തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുമ്പോൾ വേറൊരു അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നു. പിന്നീട് ആ പരാതി ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നു. പ്രത്യേക അന്വേഷണ സംഘം രണ്ടാമത്തെ പരാതിയുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും വരുന്നു. AIG പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം വരുന്നു. അപ്പോൾ ഈ മൂന്നാമത്തെ പരാതിയുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ കേസിലെങ്കിലും കുരുക്കിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ കേസിലെങ്കിലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനെങ്കിലും കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയ നാണക്കേടാണ്. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ ചില മാസങ്ങൾക്കപ്പുറത്തൊരു തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്നു. കോൺഗ്രസ് ഈ ഒരു സമയത്തും പറയുന്നുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്യാനാണ്, ഞങ്ങൾ പുറത്താക്കി കഴിഞ്ഞതല്ലേ, ഇനിയിപ്പോ വിപ്പ് കൊടുക്കാൻ പോലും പറ്റില്ലല്ലോ. പുറത്താക്കി കഴിഞ്ഞ പാർട്ടിയുടെ ഭാഗമല്ലാത്ത ഒരാളിന് വിപ്പ് കൊടുത്തിട്ട് എന്താ കാര്യം? അത് അംഗീകരിക്കാനോ അത് പിന്തുടരാനോ പോലും ബാധ്യതയുള്ള ആളല്ല. അത്ര പോലും കൊടി ബന്ധം തന്നെ മുറിച്ചു കഴിഞ്ഞു, ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞു. മുരളീധരൻ ആവർത്തിക്കുന്നുണ്ടായിരുന്നു, ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞു ഞങ്ങൾ. അപ്പൊ അതിനപ്പുറത്തൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന ഒരു നിലയ്ക്ക് കോൺഗ്രസ് ആ ഒരു സ്റ്റാൻഡ് എടുത്തുകൊണ്ട് നിൽക്കുന്നു. അതേസമയം അന്വേഷണ സംഘം ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ രഹസ്യ സ്വഭാവത്തോടെ ഡിജിറ്റലായി കാര്യങ്ങൾ മൂവ് ചെയ്യുന്നു. കേരളത്തിൽ ഇല്ലാത്ത പെൺകുട്ടിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു പെൺകുട്ടിയുടെ പരാതി ഇമെയിലിലൂടെ ലഭിക്കുന്നു. ആ പെൺകുട്ടി ഇതുമായി ബന്ധപ്പെട്ട വാട്സാപ്പ് ചാറ്റുകളടക്കമുള്ള തെളിവുകൾ കൈമാറുന്നു. അവരുടെ പരാതി ഡിജിറ്റലായി രേഖപ്പെടുത്തുന്നു. അവർ നൽകിയ ഡിജിറ്റലായ തെളിവുകളൊക്കെയും സമാഹരിക്കുന്നു, ശേഖരിക്കുന്നു. പഴുതടച്ചാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോയത്. ആർക്കെങ്കിലും ഒക്കെ ഒരു പരാതി, നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ ഉന്നയിച്ച പരാതി പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു ദിവസം പോലും അറസ്റ്റ് ചെയ്ത് ജയിലിലിടാൻ കഴിഞ്ഞില്ലല്ലോ എന്ന പരാതി ഉള്ളവരുടെ ഒക്കെ പരാതി ഞങ്ങൾ ഇതാ തീർക്കുന്നു എന്ന നിലയിലാണ് വേണമെങ്കിൽ പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴത്തെ നീക്കം എന്ന് പറയാം. അത് അവരുടെ ഭാഗത്ത് കൃത്യമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ജനപ്രതിനിധി കൂടിയാണ്. അപ്പോ അങ്ങനെ ഒരാളിനെതിരെ ഓരോ നീക്കവും അത്രയും ശ്രദ്ധിച്ചു മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വരുന്ന വാർത്ത, രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യനാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുവെന്ന് സ്പീക്കർ പ്രതികരിക്കുന്നു. എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റി ഈ വിഷയങ്ങൾ പരിശോധിക്കും എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയം, അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വൈദ്യപരിശോധന നടക്കുന്നു. അവിടെ പത്തനംതിട്ട ആശുപത്രിയിൽ വലിയ സംഘർഷം, കരിങ്കൊടിയും ഒക്കെ ഉയർത്തിക്കൊണ്ട് വലിയ കൂകി വിളിക്കൽ ഒക്കെ കൊണ്ട് ഇങ്ങനെ രാഷ്ട്രീയ എതിരാളികൾ സ്വാഭാവികമായിട്ടും അതിപ്പോ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ട ഒരു നേതാവായാലും ഏതൊരു രാഷ്ട്രീയ ചേരിയിലുള്ളവരൊക്കെ ആ നിലയ്ക്കുള്ള പ്രതിഷേധങ്ങൾ നടത്താറുണ്ട്. അത്തരം പ്രതിഷേധങ്ങളുടെയൊക്കെ സമാനമായ പ്രതിഷേധങ്ങളുടെ അല്ലെങ്കിലും അത്തരം പ്രതിഷേധങ്ങളുടെയൊക്കെ മുൻനിരയിൽ നിന്ന നേതാവ് കൂടിയായിരുന്നല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇനിയിപ്പോ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കൃത്യമായിട്ടും മജിസ്ട്രേറ്റിന്റെ മുൻപിലേക്ക് ഇദ്ദേഹത്തെ അടുത്ത മണിക്കൂറിൽ തന്നെ ഹാജരാക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വേണമെങ്കിൽ അന്വേഷണ സംഘം അങ്ങനെ അടുത്ത മണിക്കൂറിൽ തന്നെ ഹാജരാക്കണമെന്ന് നിയമമൊന്നുമില്ല. വേണമെങ്കിൽ ഈ ഇന്നലെ രാത്രി 12:30 ചിലപ്പോ ഈ പല കേസുകളിലും അങ്ങനെ 24 മണിക്കൂറിനകമൊന്നും കോടതിയുടെ മുമ്പിൽ കൊണ്ടുവരാറില്ല. പക്ഷെ ഇപ്പോ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് 24 മണിക്കൂറിനുള്ളിൽ കൊണ്ടുവരണമെന്നാണെന്ന് എനിക്ക് തോന്നുന്നു. നാളെ ഹാജരാക്കിയാലും കുഴപ്പമൊന്നുമില്ലായിരിക്കും. പക്ഷെ സെൻസിറ്റീവ് ആയ ഒരു കേസ് ആയതുകൊണ്ടായിരിക്കാം ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന്റെ മുൻപിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഹാജരാക്കുന്ന. റിമാൻഡിലാണല്ലോ പോവുക. റിമാൻഡ് റിപ്പോർട്ട് അടക്കം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ ഒരു കേസിൽ ഈ ഗുരുതരമായ വകുപ്പുകളൊക്കെ ചുമത്തിയിട്ട് കോടതിയിലേക്ക് വരുമ്പോൾ റിമാൻഡ് റിപ്പോർട്ട് ഉണ്ടാവും പോലീസിന്റെ കയ്യിൽ. അപ്പോൾ മജിസ്ട്രേറ്റ് ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു കേസിൽ റിമാൻഡ് കൊടുക്കുക മാത്രമേ ചെയ്യൂ. മറ്റ് ഏതെങ്കിലും തരത്തിൽ അങ്ങനെയല്ല, റിമാൻഡ് ചെയ്യേണ്ട എന്ന് മജിസ്ട്രേറ്റ് കോടതിക്ക് ഈ ഘട്ടത്തിൽ തീരുമാനിക്കാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലേക്ക് പോകുന്നു. അപ്പൊ അതിന് വരുന്ന ദിവസങ്ങൾ, ഇപ്പൊ നാളെ തൊട്ടായിരിക്കും ഇനിയിപ്പോ ജാമ്യാപേക്ഷയുമായിട്ട് മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളത്. നേരിട്ട് ഹൈക്കോടതിയിലേക്കൊന്നും പോകാൻ പറ്റില്ല. അത് എനിക്ക് തോന്നുന്നു ഈ ജില്ലാ കോടതിയിലേക്കും നേരിട്ട് പോകാൻ പറ്റില്ല. ഈ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നായിരിക്കും ഇതിന്റെ നിയമവ്യവഹാരങ്ങൾ തുടങ്ങേണ്ടത്. അവിടെ ചിലപ്പോ അടുത്ത ദിവസങ്ങളിൽ ജാമ്യം നിഷേധിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഏതായാലും അന്വേഷണ സംഘം കസ്റ്റഡി ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ കുറച്ചുകൂടി ചാനലുകൾക്കൊക്കെ ഇങ്ങനെ ലൈവായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെയും കൊണ്ട് ഈ പത്തനംതിട്ടയിലെ ഹോട്ടലിലും അവിടെയൊക്കെ പോയിട്ട് തെളിവെടുപ്പ് നടത്തുന്നതിന്റെ ഒക്കെ തത്സമയ ദൃശ്യങ്ങളും വരുന്ന ദിവസങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു.
അങ്ങനെയാകാം. കസ്റ്റഡി ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ 5 ദിവസം കസ്റ്റഡി വഹിക്കാം, 2 ദിവസമെങ്കിലും കസ്റ്റഡി കൊടുക്കാനുള്ള സാധ്യതയാണ് നമ്മൾ പ്രാഥമികമായിട്ട് കാണുന്നത്. ചിലപ്പോൾ ഇന്ന് തന്നെ കസ്റ്റഡി ചോദിക്കണമെന്നുമില്ല, ചിലപ്പോൾ നാളെ ആയിരിക്കും അന്വേഷണ സംഘം കസ്റ്റഡി വഹിക്കുക. അപ്പൊ അതൊക്കെ കൊണ്ട് കസ്റ്റഡി അടക്കമുള്ള ആവശ്യങ്ങൾ അന്വേഷണ സംഘം ഉന്നയിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കുറച്ച് ദിവസം, ചിലപ്പോ 3 or 4 ദിവസമോ ഒരാഴ്ചയോ ചിലപ്പോൾ 2 ആഴ്ച തന്നെയോ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലാകാനുള്ള സാധ്യതയുണ്ട്. ഈ വിഷയം സംസാരിച്ചു കൊണ്ടിരുന്ന മറ്റൊരു ചർച്ചയിൽ എനിക്ക് തോന്നുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യത്തെ കേസുമായി ബന്ധപ്പെട്ട് ഒളിവിലായിരുന്ന സമയത്ത് മേഘയാണെന്നാണ് എന്റെ ഓർമ്മ. മേഘയോട് ഞാൻ പറഞ്ഞിരുന്നു, ഇനി പക്ഷേ ഈ ഒളിവ് ജീവിതത്തിനിടയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തു എന്ന് തന്നെ വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ബ്രഹ്മാണ്ഡം ഇളകുന്ന പ്രശ്നമൊന്നും ഇതിനകത്തില്ല. കേരളം ആ കേസിൽ പാലക്കാടും തിരുവനന്തപുരവും ഉണ്ടായിരുന്നു. അപ്പോ 2 ജില്ലകൾ ഉണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ തെളിവെടുപ്പിന്റെ ഭാഗമായിട്ട് പാലക്കാടും തിരുവനന്തപുരവും ഒക്കെ കുറച്ച് ദിവസം അന്വേഷണ സംഘത്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് നടക്കാൻ പറ്റും. രാഹുൽ മാങ്കൂട്ടത്തിനെ നാണം കെടുത്താൻ പറ്റും, കൂടുതലായിട്ട് നാണം കെടുത്താൻ പറ്റും. ആ നിലയ്ക്കൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇത് പിന്നീട് കോടതിയെ സമീപിക്കുമ്പോൾ ഏതെങ്കിലും കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുന്നു. പിന്നീട് ഇദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ട് പിന്നെ വിചാരണ നേരിടുക എന്നുള്ളൊരു വഴി മാത്രമാണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് അന്വേഷണ സംഘം കുറ്റപത്രം കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് വിചാരണ ഘട്ടത്തിലേക്കൊക്കെ പോകുന്നു. അപ്പൊ അതിനപ്പുറത്തൊന്നും ഇത് വലിയ ഒരു കോളിളക്കം സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നുണ്ട്. നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പകൽ എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ അടയാളപ്പെടുന്ന ഒരു പകൽ തന്നെയാണ്, ഒരു ഞായറാഴ്ച തന്നെയാണ്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് ചരിത്രത്തിൽ എഴുതി വെക്കപ്പെടുന്ന ഒരു ദിവസം തന്നെയാണ്. അത് ഇതിനു മുൻപ് നമുക്കറിയാമല്ലോ, ഇപ്പൊ കോവളത്തെ MLA ആയിരുന്ന എം വിൻസെന്റ്, എൽദോസ് കുന്നപ്പള്ളി, ഇപ്പൊ കോൺഗ്രസ് ഏരിയയിൽ നിന്ന് തന്നെ 2 പേർ ഇത്തരത്തിലുള്ള പീഡന കേസുകളിൽ തന്നെ പ്രതിയായിരുന്നു. എം വിൻസെന്റ് റിമാൻഡിൽ പോവുകയും ചെയ്തു. 14 ദിവസം പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അദ്ദേഹം റിമാൻഡ് ചെയ്യപ്പെട്ടത് അദ്ദേഹം ജയിലിൽ നിറങ്ങുന്ന സമയത്തും അതിനു മുമ്പും ഒക്കെ നെയ്യാറ്റിൻകരയിലെ കോവളത്തെ ആയിരക്കണക്കിന് 100 അമ്മമാർ ഇദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുന്നത് അനീതിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെരുവുകളിൽ പ്രക്ഷോഭം നയിക്ക് സാധാരണക്കാർ, പാർട്ടിക്കാരൊന്നും അല്ല കേട്ടോ. അതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞോന്ന് എനിക്കറിയില്ല, കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിലെ ആകെയുള്ള 14 സീറ്റുകളിൽ 13 സീറ്റും ഇടതുപക്ഷം പിടിച്ചെടുത്തു. പക്ഷെ ജയിച്ച ഒരേ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി, ഒരേ ഒരു UDF കാരൻ, അത് എം വിൻസെന്റ് ആയിരുന്നു. അതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോ ഈ വലിയ കൂക്കിവിളികളൊക്കെ നേരിട്ടുകൊണ്ട്, അല്ലെങ്കിൽ കരിങ്കൊടി പ്രതിഷേധത്തിനൊക്കെ ഇടയിലൂടെ പത്തനംതിട്ടയിൽ തന്റെ ജന്മനാട്ടിൽ ജനിച്ച ജില്ലയിലൂടെ നടന്നു പോകുന്നു എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹം യാത്ര ജയിലിലേക്കാണെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. ജയിലിലേക്കാണെന്നൊക്കെ പറയുമ്പോൾ ഇതൊന്നും അവസാന വാക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതോടെ തീർന്നുപോയി എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ നമ്മൾ പല കാര്യങ്ങളും ഇപ്പൊ ഇത്തരത്തിലുള്ള ചർച്ചകളിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചില സംശയങ്ങൾ ചോദിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ അതിജീവിതമാർ അപമാനിക്കപ്പെടുന്നു എന്നൊക്കെ ഉള്ളൊരു പ്രശ്നമുണ്ട് അതിൽ. അതുകൊണ്ട് തന്നെ ഒരു കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കേസുകളിൽ നമുക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇത് നമുക്കങ്ങനെ ഒരു വിശകലനം നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ടോ എന്നും എനിക്ക് സംശയമുണ്ട്. പക്ഷെ ഈ കേസിലും രാഹുൽ ാൻ പോകുന്ന പ്രധാനപ്പെട്ട വാദം ഇത് ഉഭയകക്ഷി സമ്മതപ്രകാരമായിരിക്കുമെന്നാണ്. ഒന്നാമത്, ഈ പെൺകുട്ടി കേരളത്തിൽ ഉള്ള പെൺകുട്ടിയല്ല, ഈ പുറത്ത് ജോലി ചെയ്യുന്ന, വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറഞ്ഞും കഴിഞ്ഞു, ഉഭയകക്ഷി പ്രകാരമുള്ള സമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ഒന്നാമത്തെ പരാതിയിൽ ആ പെൺകുട്ടി വിവാഹിതയായിരുന്നു എന്ന് പറഞ്ഞു. രണ്ടാമത്തെ പരാതിയിൽ ആ പരാതി തന്നെ ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ആയിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ മൂന്നാമത്തെ പരാതിയിൽ എന്തെങ്കിലും അത്തരത്തിലുള്ള ലൂപ്പ് ഹോൾസ് ഉണ്ടോ? പ്രധാനമായിട്ടും ഇത് തന്നെയാണ്, വിവാഹിതയായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലൂപ്പ് ഹോൾ. അതുമായി ബന്ധപ്പെടുത്തി കുറച്ചു മുമ്പല്ല, ഈ രാഹുലിന്റെ അറസ്റ്റിന് ശേഷം പത്തനംതിട്ടയിലെ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആണെന്നാണ് തോന്നുന്നത്, ഒരു ബിന്ദു ബിനു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് അവരുടെ അഭിപ്രായമാണ്. അങ്ങനെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് എന്ന വാർത്തകൾ വന്നതുകൊണ്ട് മാത്രം ആ പോസ്റ്റിനെ കുറിച്ച് പറയുകയാണ്. ആ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഭർതൃമതികളായ സ്ത്രീകൾക്കുള്ള പ്രത്യേക എന്തെങ്കിലും വൈകൃതമാണോ, അതിന് എന്തെങ്കിലും ചികിത്സയുണ്ടോ, അതിന് ചികിത്സയുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഗവേഷണം നടത്തണമെന്നൊക്കെയുള്ള ഒരു കണ്ടന്റാണ് അതിന്റെ ഉള്ളടക്കം. ആ പോസ്റ്റിന്റെ ഉള്ളടക്കം അതാണ്. അതായത് ഇപ്പോ ഈ മൂന്നാമത്തെ പരാതി വരുമ്പോഴും ആ പെൺകുട്ടി വിവാഹിതയായിരുന്നു. ആ പരാതിയിൽ പറയുന്ന കഥ പ്രകാരമാണെങ്കിൽ പെൺകുട്ടി നാട്ടിൽ വന്ന് വിവാഹമൊക്കെ കഴിച്ചിട്ട് ഭർത്താവിനൊപ്പം ഗൾഫോ ഏതോ വിദേശ രാജ്യത്തേക്ക് പോകുന്നു. പക്ഷെ 1 വർഷത്തിനുള്ളിൽ ആ ബന്ധങ്ങളിൽ വലിയ ഉലച്ചിൽ സംഭവിക്കുകയാണ്. ഈ സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെടുന്നത്.
അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്ന് കാണണമെന്നൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടിൽ വന്നപ്പോ ഈ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ കാണാൻ തയ്യാറാകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലല്ല ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തത്, ഈ പെൺകുട്ടി തന്നെയാണ്. പെൺകുട്ടിയുടെ പേരിലാണ്, രാഹുലിന്റെ നിർബന്ധമോ അല്ലെങ്കിൽ സമ്മർദ്ദമോ കൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും പെൺകുട്ടിയുടെ പേരിൽ ഒരു ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യുന്നു. അവിടെ വെച്ചാണ് അതിക്രൂരമായ പീഡനം ഉണ്ടാകുന്നത് എന്നും അതിനുശേഷം പല ഘട്ടങ്ങളിൽ രാഹുല് ഈ പെൺകുട്ടിയെ വിളിച്ചിട്ടും നാട്ടിലെത്തുന്ന സമയത്തും അല്ലാത്ത സമയത്തും ഒക്കെ വിളിച്ചിട്ടും പെൺകുട്ടി പോയിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതായത് ഈ ആദ്യ സമയത്ത് നടന്ന ഈ ക്രൂരമായ പീഡനത്തിൽ തന്നെ പെൺകുട്ടി ഗർഭിണിയായി ഗർഭം ധരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നത്. അപ്പൊ ഈ പെൺകുട്ടി തന്നെ ഇതിനകത്ത് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. അപ്പൊ കോടതിയുടെ മുമ്പിൽ അതൊക്കെയാണല്ലോ പ്രതിഭാഗ അഭിഭാഷകൻ പോയി ചോദിക്കുക. പ്രതിഭാഗ അഭിഭാഷകൻ എണീറ്റ് ചെയ്തിട്ട് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നു നമുക്ക് പ്രവചന സ്വഭാവത്തോടെ പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു വിചാരണ വേളയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ ഉഭയസമ്മതമുണ്ടോ, പരാതിയിൽ തന്നെ ചിലപ്പോ മറ്റൊരു കേസിന്റെ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. സമാനമായ മറ്റൊരു കേസിൽ കോടതി പറഞ്ഞത് പരാതിയിൽ തന്നെ ഉഭയസമ്മതമുണ്ടല്ലോ. പരാതി നമ്മളെടുത്ത് വായിച്ചു നോക്കുമ്പോൾ അതിൽ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ ഉഭയസമ്മതമുണ്ട് എന്ന്. അങ്ങനെയുള്ള കേസുകളിൽ പുരുഷന്മാരെ മാത്രമായി വേട്ടയാടുകയും അവരുടെ ജീവിതം മൊത്തത്തിൽ ഇരുളടഞ്ഞതാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ പാടില്ല. അതുകൊണ്ട് ഇത്തരം കേസുകൾ ഗൗരവമായി പരിഗണിക്കണം, ജാഗ്രതയോടെ പരിഗണിക്കണമെന്ന് കേരള ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് സമാനമായ മറ്റൊരു കേസിൽ. അപ്പൊ ഇവിടെയും സ്വാഭാവികമായിട്ടും ഉഭയസമ്മതം തന്നെയായിരിക്കും രാഹുൽ പറയാൻ പോവുക. രാഹുലിന്റെ അഭിഭാഷകൻ ചോദിക്കില്ല, കഷ്ടമല്ലേ ഇത്, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരു ചെറുപ്പക്കാരൻ വിദേശത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്നതിന്റെ സാങ്കത്യം എന്താണ് എന്നതാണ് ചോദ്യങ്ങളായി. പക്ഷെ ഇതിൽ ശക്തമായ തെളിവുകളാണ് ആ പെൺകുട്ടി ഹാജരാക്കിയിട്ടുള്ളത്. ഭ്രൂണത്തിന്റെ സാമ്പിൾ അടക്കം നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ, സ്ക്രീൻഷോട്ടുകൾ, ചാറ്റുകൾ എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ സുപ്രധാനമായ തെളിവെന്ന് പറയുന്നത് ഭ്രൂണത്തിന്റെ അംശമാണ്. അത് സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മുൻപത്തെ പരാതിയിലൊക്കെ പറഞ്ഞതുപോലെ ഇത് രാഹുലിന്റെ ഗർഭമല്ല എന്നുള്ള വാദം ഇനി പറയാൻ കഴിയില്ല രാഹുൽ മാങ്കൂട്ടത്തിന്. അങ്ങനെ ഒരു സാഹചര്യം പറയാൻ പറ്റില്ലായിരിക്കും. അതായിരിക്കും പ്രധാനമായിട്ടും ഇപ്പൊ അതല്ലല്ലോ. ഇപ്പൊ ആദ്യത്തെ കേസുമായി ബന്ധപ്പെട്ട് തന്നെ ആദ്യത്തെ കേസിലും മേഘ കൃത്യമായിട്ടും ആ ജഡ്ജ്മെന്റ് വായിച്ചു നോക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതിലും പറയുന്നുണ്ട് ഈ ആദ്യം ഉഭയസമ്മതത്തോടെയും പിന്നീട് നിർബന്ധിച്ചും ബലാത്സംഗം ചെയ്തു എന്നതിന് തെളിവില്ല എന്ന് തന്നെയാണ് കോടതി പറയുന്നത്. ഈ മുൻകൂർ ജാമ്യം പരിഗണിച്ച കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ട് ജില്ലാ കോടതി പറഞ്ഞത് ഇത് മുൻകൂർ ജാമ്യം നിഷേധിക്കുന്നതിന്റെ കാരണമായിട്ട് ഈ ഗർഭഛിദ്രം നിർബന്ധിക്കപ്പെട്ടു എന്നുള്ള ഒരു സാഹചര്യമാണ് കോടതി ഒരു ഇമോഷണലായ വിഷയമായിട്ടുണ്ട്. പെൺകുട്ടിയുടെ ഇമോഷണലായ ഒരു ആഗ്രഹത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ സ്വാധീനം ഉപയോഗിച്ച് ഇല്ലാതാക്കി എന്നുള്ളത് കൊണ്ടാണ് ആദ്യത്തെ കേസിൽ ജില്ലാ കോടതിയിൽ നിന്ന് ജാമ്യം തള്ളുകയും ഹൈക്കോടതിയിൽ ജാമ്യത്തിന് ശ്രമിക്കുകയും ചെയ്യുന്നു. ഏതായാലും നോട്ട് ടു അറസ്റ്റ് ആ കേസിലും ഉണ്ടല്ലോ. അപ്പൊ ഈ കേസുമായി ബന്ധപ്പെട്ടും ഇത് നമ്മൾ പറയുന്നത് നമ്മൾ ഈ കേസിന്റെ അപ്പൊ ഇതിന് ധാർമ്മികമായ മറ്റൊരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാകും. നമ്മൾ വീണ്ടും ഇങ്ങനെ ഈ ഒന്നിലധികം പെൺകുട്ടികളെ അവർക്ക് മാനസികമായ വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അതിലൊരു ധാർമ്മിക പ്രശ്നമുണ്ടല്ലോ. അവർക്ക് മാനസികമായ വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശരി, ഇനിയിപ്പോ അത് ഉഭയസമ്മത പ്രകാരമാണ് എങ്കിൽ പോലും ഈ പെൺകുട്ടി മൂന്നാമത്തെ പരാതിയിൽ പറയുന്ന പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ, അതായത് അതിക്രൂരമായി ബലാത്സംഗം ചെയ്തുവെന്ന്, ശരീരത്തിൽ പലയിടത്തും മുറിവേൽപ്പിച്ചുവെന്ന്, മുഖത്ത് തുപ്പിയെന്ന്, അടിച്ചുവെന്ന്, കുടുംബം ഇല്ലാതാക്കി കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന്, 1 കോടിയിലധികം രൂപ തന്റെ കയ്യിൽ നിന്ന് കൈപ്പറ്റിയെന്ന്, ആഡംബര ജീവിതം നയിക്കാൻ വേണ്ടി അങ്ങനെ പലതരത്തിലുള്ള അങ്ങനെ കുറെ അധികം കാര്യങ്ങളിൽ പരാതിയിൽ പറയുന്നുണ്ട്. ധാർമ്മികമായിട്ട് ഇതിനോട് ഏതെങ്കിലും കാര്യത്തോട് നമുക്ക് മനസ്സുകൊണ്ട് യോജിച്ച് നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ യോജിച്ച് നിൽക്കാൻ പറ്റില്ല. കാരണം അത് ഒരു പെൺകുട്ടിക്ക്, അത് ആരുടെ, ഇപ്പൊ നമ്മുടെ ഒക്കെ വീട്ടിലൊരു പെൺകുട്ടിക്കായാലും ചിലപ്പോൾ അവര് ചിലപ്പോൾ ഒരു ഇൻഫാച്വേഷന്റെ പുറത്ത് ചിലപ്പോ ഏതെങ്കിലും ആളുമായി അങ്ങനെ ഇഷ്ടത്തിലായിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു പെൺകുട്ടി ചൂഷണം ചെയ്യപ്പെട്ടാൽ നമുക്കത് വേദനയായിരിക്കുമല്ലോ. നമ്മൾ അവനെ വിടില്ല, ഏതവനായാലും നമ്മൾ വിടില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് അതിന്റെ ധാർമ്മികമായ ഒരു വിഷയം നമ്മൾ പഠിക്കുമ്പോഴോ പരിഗണിക്കുമ്പോഴോ അങ്ങനെ അതിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ നമുക്കൊരിക്കലും ഇത്തരം പെൺകുട്ടികൾക്ക് പരാതി ഉണ്ട് എങ്കിൽ തന്നെ എതിർ ഭാഗത്ത് നിൽക്കുന്നതിന് രാഹുൽ മാങ്കൂട്ടത്തിലായാലും എം സ്വരാജ് ആയാലും KM ഷാജി ആയാലും അല്ലെങ്കിൽ ഷാഫി പറമ്പിലായാലും ഇനി ഏതാരായാലും പ്രശാന്ത് ശിവനായാലും നമുക്ക്, അല്ലെങ്കിൽ ഒരു സിനിമാ നടനായാൽ തന്നെയും നമുക്ക് അവരോടൊപ്പം നിൽക്കാൻ പറ്റില്ല. ഒരു പെൺകുട്ടിക്ക് പരാതി ഉണ്ടെന്നേ. അപ്പൊ അത് വലിയ പ്രശ്നമാണ്. അത് ധാർമ്മികമായി അതിലൊരു കുഴപ്പമുണ്ട്. സമൂഹം അത് അങ്ങനെ തന്നെയായിരിക്കും കാണുക. പക്ഷെ അത് പറയുമ്പോൾ തന്നെ ഇതിന് നിയമപരമായിട്ട് ഇത് കോടതികൾക്ക് മുമ്പിലേക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ ഇനി ഇത് മറ്റൊരു വിശാലമായ ഒരു ക്യാൻവാസിൽ ചർച്ച ചെയ്യുകയാണെന്ന് വെച്ചോളൂ. ഇപ്പൊ പുരുഷനും സ്ത്രീയുമാണ്. പണ്ട്
നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ആദരണീയനായ ഇ കെ നായനാർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. തമാശ രൂപേണ പറഞ്ഞതാണ്. അതിപ്പോ എല്ലാ കാലത്തും എടുത്ത് കോട്ടിയപ്പെടാൻ പോലും പാടില്ലാത്തത്, എന്നാൽ അദ്ദേഹം വളരെ തമാശ രൂപേണ പറഞ്ഞൊരു കാര്യമാണ്. എന്തോ ഒരു പീഡന കേസുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോ, അമേരിക്കയിലൊക്കെ ഇതൊരു ചായ കുടിക്കുന്ന പോലെ ഉള്ളൂ എന്നേ. അപ്പൊ അത് ആ നിലയ്ക്കും കേരളത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ചർച്ചയായിട്ടുണ്ട്. അപ്പൊ സ്ത്രീയും പുരുഷനുമാകുമ്പോൾ മറ്റൊരു നേതാവാണോ അതോ ഇ കെ നായനാർ തന്നെയാണോ എന്നറിയില്ല, സ്ത്രീ ഉള്ളിടത്ത് പീഡനം ഉണ്ടാകും ഉറപ്പാണ് എന്നൊക്കെ അത്തരത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ പൊതുവെ ഇപ്പം മനുഷ്യരാകട്ടെ അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങളാകട്ടെ, അപ്പൊ എല്ലാ ജീവജാലങ്ങൾക്കും ഇടയിൽ അത്തരത്തിൽ ആണും പെണ്ണും തമ്മിൽ ഒരു ആകർഷണവും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒരു ഭാഗമായിട്ട് അവിടെ നിൽക്കുന്നു. ഒരു രാഷ്ട്രീയ നേതാവ് ചെയ്യേണ്ടതാണോ, ചെയ്യാൻ പാടുള്ളതാണോ എന്നുള്ള ധാർമ്മികമായ വിഷയം അവിടെ നിൽക്കുന്നു. അതേസമയം നിയമത്തിന്റെ വഴിയും അവിടെ നിൽക്കുന്നു. നിയമത്തിന്റെ വഴിയിൽ കൃത്യമായിട്ടും ഇത് കോടതിക്ക് മുമ്പിൽ കോടതി ചോദിക്കുകയാണ്, ഇതിൽ നിങ്ങളുടെ സമ്മതം ഉണ്ടായിരുന്നല്ലോ, രാഹുൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ അതിക്രമിച്ച് കയറി വന്ന് ബലാത്സംഗം ചെയ്തതല്ലല്ലോ എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ പ്രതിഭാഗം ചോദിക്കാൻ പോവുക. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഇതിന്റെ ഈ വിചാരണാ ഘട്ടത്തിലൊക്കെ ഇത് കുറച്ച് ബുദ്ധിമുട്ടാകുന്നത്. ഇത് ഈ ബലാത്സംഗവും നിർബന്ധിത ഗർഭഛിദ്രവും ഒക്കെ തെളിയിക്കപ്പെടുക എന്നുള്ളത് ചിലപ്പോൾ വിചാരണാ ഘട്ടത്തിൽ, ഞാൻ പറയുന്നത് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു സാധ്യതയുമില്ല. കസ്റ്റഡി റിമാൻഡ് റിപ്പോർട്ടുകൾ തയ്യാറായി കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റിമാൻഡ് പോകുന്നു. അടുത്ത ദിവസങ്ങളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കസ്റ്റഡിയിൽ അന്വേഷണ സംഘം വാങ്ങുകയും ചെയ്യും. ഈ പറയപ്പെടുന്ന പീഡനം നടന്നു എന്ന് പറയുന്ന ഹോട്ടലിലും അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ട് തെളിവെടുക്കും. വരുന്ന ദിവസങ്ങളിൽ ഏതായാലും മാധ്യമങ്ങൾക്ക് 24/7 ജാഗ്രതയാണ്, അതിൽ സംശയമൊന്നുമില്ല. എല്ലാ കണ്ണുകളും മറ്റു വാർത്തകളൊക്കെ ഇപ്പൊ സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വാർത്തകളൊക്കെ 1-2 ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു 3-4 ദിവസത്തേക്ക് അങ്ങ് മാറിപ്പോയി കേട്ടോ. മെയിൻ ഫോക്കസ് ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അപ്പൊ ആ നിലയ്ക്ക് അജണ്ട, അടുത്ത ദിവസങ്ങളിലെ വാർത്ത അജണ്ട ഹെഡ്ലൈൻ എല്ലാം സെറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. രാഹുൽ ഇതാ റിമാൻഡിലേക്ക് പോകുന്നു തന്നെയാണ്. ചിലപ്പോൾ ഈ വാർത്ത നമ്മൾ എയർ ചെയ്യുന്ന സമയത്ത്, ഈ വീഡിയോ നമ്മൾ അപ്പ് ചെയ്യുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡിലേക്ക് എന്ന വാർത്ത മറ്റ് ചാനലുകൾ ബ്രേക്ക് ചെയ്യുന്ന സമയമായിരിക്കും മേഘ.